ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചന്ദ്രയ്ക്ക് വേണ്ടി നമ്മുടെ സച്ചി സുധിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. സച്ചി പറയുന്നുണ്ട്, അമ്മ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ മകൻ നല്ല നിലയിലെത്തുന്ന ഉറക്കത്തി വരെ നിൻ്റെ പേര് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നിനക്ക് എങ്ങനെ തോന്നിയടാ അമ്മയെ പറ്റി ഇങ്ങനെയൊക്കെ പറയാമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സുധി പറയുന്നുണ്ട്, അല്ല സച്ചി, അമ്മയുടെ പേര് വെച്ച് തുടങ്ങിയതൊന്നും ഇതുവരെ. അപ്പോൾ തന്നെ സച്ചി ഫുള്ളാക്കാൻ കൊടുക്കില്ലേ. സച്ചി പറയുന്നുണ്ട്, എടാ ബ്യൂട്ടി പാർലറിൻ്റെ പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നിൻ്റെ ഭാര്യയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ കട പോയിട്ടുണ്ടെങ്കിൽ, പൂക്കട പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം ഏതോ കണ്ണുകടി പിടിച്ചവരാ, അല്ലാതെ അതൊന്നും അമ്മയുടെ പ്രശ്നം കൊണ്ടല്ല. അമ്മക്ക് രാശിയില്ലെന്ന് എങ്ങനെ പറയാൻ തോന്നിയടാ നിനക്ക്? നീയൊക്കെ പഠിച്ച ആളല്ലേ, എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് സച്ചി ചോദിക്കുവാണേ. എന്നിട്ട് പറയുന്നുണ്ട്, വാ നമുക്ക് അമ്മയോട് തന്നെ പോയി ചോദിക്കാം, ഈ ഓഡിയോ ക്ലിപ്പ് കേൾപ്പിച്ചിട്ട് അമ്മക്ക് രാശിയുണ്ടോ ഇല്ലേ എന്നൊക്കെയെന്ന് പറയുവാണ്. അപ്പോൾ സുധി പറയുന്നുണ്ട്, അയ്യോ സച്ചി അങ്ങനെയൊന്നും ചെയ്യല്ലേ. സച്ചി അപ്പം പറയുന്നുണ്ട്, നിൻ്റെ അടുത്താണ് അമ്മ മൊത്തം സ്നേഹവും തരുന്നത്, നിനക്കാണ് അമ്മ മൊത്തം സ്നേഹവും തരുന്നത്, എന്നിട്ടാണോടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിനക്കൊക്കെ സ്നേഹം കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് നിനക്കതിൻ്റെ വില മനസ്സിലാവാത്തത്. സ്നേഹം കിട്ടാത്തവർക്കേ അതിൻ്റെ വില മനസ്സിലാവുള്ളൂടാ. നിന്നോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു 5% എന്നോട് അമ്മ കാണിച്ചിരുന്നെങ്കിൽ എൻ്റെ ജീവൻ വരെ ഞാൻ അമ്മക്ക് കൊടുക്കുമായിരുന്നു. പക്ഷെ അമ്മക്ക് എന്നെ ഇഷ്ടമല്ല. പക്ഷെ എന്നാലും നീ അങ്ങനെ പറയരുതായിരുന്നു സുധി. വാ നമുക്ക് അമ്മയോട് പോയി ഇതൊക്കെ കേൾപ്പിക്കാം എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, സച്ചി നിക്ക്, അതാ ഞാൻ പറഞ്ഞല്ലോ സച്ചി അമ്മയുടെ പേരാ കടയ്ക്ക് വെക്കാൻ പോകുന്നതെന്ന്. പിന്നെ എന്താ സച്ചി പ്രശ്നമെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, പാർലലേട്ടത്തിക്കുള്ള ഒരു തരി സ്നേഹം പോലും നിനക്ക് അമ്മേനോടില്ലല്ലോടാ എന്ന് പറയുവാണ് സച്ചി. വെറുതെ പേടിക്കണ്ട, അങ്ങനെ ഓരോന്നൊക്കെ ഓർത്ത് അമ്മയുടെ പേരിന് രാശിയില്ലെന്നോർത്ത് നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ആ പേര് വെച്ചേ മതിയാവും. അമ്മ ഒന്നില്ലെങ്കിലും നമ്മൾ 3 മക്കളെ പ്രസവിച്ചില്ലേ, നമ്മൾ 3 പേരും നല്ല നിലയിലല്ലേ ഉള്ളത്, ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. അപ്പം പിന്നെ അമ്മക്ക് നല്ല രാശിയുള്ളത് കൊണ്ടല്ലേ അത്. അതുകൊണ്ട് ഭയപ്പെടാതെ നീ ആ പേര് തന്നെ വെക്കണം എന്ന് പറഞ്ഞിട്ട് ഉറപ്പിച്ച് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് പോവാണ്. അതുവരെ ഈ ഓഡിയോ ഞാൻ എൻ്റെ ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്യില്ല എന്ന് സച്ചി പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മുറിയിൽ നിന്ന് റെഡിയാവുന്ന സച്ചിയുടെ അടുത്തോട്ട് നമ്മുടെ രേവതി വരുവാണ്. രേവതി ചോദിക്കുന്നുണ്ട്, സച്ചേട്ടൻ എനിക്ക് മനസ്സിലാക്കാനേ സാധിക്കുന്നില്ല. ഞാൻ ഒരെണ്ണം വിചാരിക്കും സച്ചേട്ടനെ പറ്റി, പക്ഷെ സച്ചേട്ടൻ വേറെ എന്തെങ്കിലും പ്രവർത്തിക്കും. പിന്നെയും അതിനനുസരിച്ച് ഞാൻ വിചാരിക്കുമ്പോഴേക്കും സച്ചേട്ടൻ വേറെ എന്തൊക്കെയോ കാണിക്കുന്നു. എനിക്ക് സച്ചേട്ടനെ മനസ്സിലാക്കാനേ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, നീ പറയുന്നതാണ് എനിക്ക് ഇപ്പം മനസ്സിലാകാത്തത്, കാര്യം എന്താണെന്ന് പറ രേവതി എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അതാണ് അവർ തന്നെ കടക്ക് അമ്മയുടെ പേര് വെക്കണ്ടെന്ന് പറയുന്നു, സച്ചിയേട്ടൻ പോയി അമ്മയുടെ പേര് വെച്ചേ മതിയാവൂ എന്ന് പറയുന്നു. അപ്പോൾ തന്നെ സച്ചി ചോദിക്കുന്നുണ്ട്, ഓ അവിടെ സംസാരിച്ചതൊക്കെ കേട്ടായിരുന്നോ? അപ്പോൾ രേവതി പറയുന്നുണ്ട്, അതാണ് ഞാൻ ചോദിച്ചത്, എനിക്ക് മനസ്സിലാവുന്നില്ല സച്ചിയേട്ടനെ, ഇങ്ങനെ ഒരു അമ്മേനെ മകനെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല എന്ന് നമ്മുടെ രേവതി പറയുവാണ്. അമ്മ എത്രയൊക്കെ വെറുപ്പ് സച്ചിയേട്ടനോട് കാണിക്കുന്നുണ്ട്, പക്ഷെ സച്ചിയേട്ടൻ എന്താ ഇങ്ങനെയെന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ടേ സച്ചിയോട്. സച്ചിയേട്ടൻ പുറത്ത് അമ്മയെ ദേഷ്യം പിടിപ്പിക്കാൻ ഓരോന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മയോട് അത്ര സ്നേഹം ഉണ്ടെന്ന് എനിക്കറിയാം. ഒരു വീട്ടിൽ 2-3 പിള്ളേരുള്ള വീട്ടിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മക്കളെ ചീത്ത പറയുന്നുണ്ടെങ്കിലും അവരോടൊക്കെ സ്നേഹത്തിൽ പിന്നീട് അമ്മമാർ സംസാരിക്കാറുണ്ട്. എൻ്റെ വീട്ടിൽ ശരത്തിനെ അമ്മ ചീത്ത പറയും, പക്ഷെ അതേപോലെ തന്നെ ശരത്തിനെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ സച്ചിയേട്ടൻ്റെ അമ്മ സച്ചിയേട്ടനെ സ്നേഹത്തോടെ ഒരു നോട്ടം പോലും നോക്കിയിട്ടില്ല. എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞങ്ങൾ 2 പേരും ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാനേ നോക്കിയിട്ടുള്ളൂ. ഇതിനുള്ള കാരണം എന്താണെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, സച്ചിയേട്ടനോടും ചോദിച്ചിട്ടുണ്ട്. സച്ചിയേട്ടൻ എന്താ ഇതുവരെ കാരണമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും സച്ചിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറുവേ. സച്ചി ഭയങ്കരമായിട്ട് വിഷമിക്കുവാണ്. പിന്നെ അന്ന് അച്ചാമ്മ വീട്ടിൽ പോയപ്പോഴേക്കും സച്ചിയേട്ടൻ അമ്മയെപ്പറ്റി മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അമ്മയ്ക്കും സച്ചിയേട്ടനും ഇടയിൽ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട്, അതെന്താണെന്ന് സച്ചിയേട്ടനൊന്ന് പറഞ്ഞൂടെ എന്ന് പറയുമ്പോഴേക്കും സച്ചി അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കരയുവാണേ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഒരമ്മയ്ക്കും തൻ്റെ മകനെ ജനിച്ചതിലിരുന്ന് ഇഷ്ടപ്പെടാതിരിക്കാൻ സാധിക്കത്തില്ല. എല്ലാ അമ്മമാർക്കും മക്കളെ ഇഷ്ടമായിരിക്കും. പിന്നെ ഇടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതെന്താന്ന് എന്നോടൊന്ന് പറ സച്ചിയേട്ടാന്ന് പറയുമ്പോഴേക്കും സച്ചിയുടെ വാക്കുകളൊക്കെ ഇങ്ങനെ വിങ്ങി സച്ചി പൊട്ടിക്കരയുവാണേ. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ദുസ്വപ്നമാണ് രേവതി അതൊക്കെയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എന്താ സച്ചിയേട്ടാ, എന്താ കാര്യമെന്ന് എന്നോട് പറയാമെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അത് പിന്നെ രേവതി അമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ കട്ടിലിരിക്കുവാണേ. അപ്പോഴേക്കും രേവതി പറയും, പറ സച്ചിയേട്ടാ എന്ന് പറയുമ്പോൾ സച്ചി അപ്പത്തേക്കും ഒന്നും മിണ്ടാതെ, രേവതി എനിക്കൊരു കാപ്പി എടുത്തുകൊണ്ട് വാ, നല്ല തലവേദന എന്ന് പറയുവാണ്. അപ്പോൾ തന്നെ രേവതി പിന്നെയും നിർബന്ധിക്കും, സച്ചിയേട്ടൻ്റെ ഭാര്യയല്ലേ, എന്തുണ്ടെങ്കിലും മനസ്സിലെ സങ്കടങ്ങളൊക്കെ എന്നോട് പറ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, പറഞ്ഞിട്ട് എന്ത് കാര്യം ഇരിക്കുന്നു, പറഞ്ഞാൽ അന്ന് സംഭവിച്ച കാര്യത്തിന് ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല, പറഞ്ഞിട്ടും കാര്യമില്ല, അപ്പം പിന്നെ അത് മനസ്സിലിരിക്കുന്നതല്ലേ രേവതി നല്ലതെന്ന് സച്ചി പറയുവാണേ.
അപ്പോൾ രേവതി പറയുന്നുണ്ട്, സംസാരിച്ച് തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നുമില്ല സച്ചി ഏട്ടാ, പറ നമുക്ക് സംസാരിച്ച് നോക്കാം. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അതൊന്നുമില്ല രേവതി, ഒന്നുമില്ല എന്ന് സച്ചി വീണ്ടും വീണ്ടും പറയുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഓ അത് പറയാൻ പറ്റില്ലല്ലേ സച്ചിയേട്ടനെ. അപ്പോൾ സച്ചിയേട്ടൻ എന്നെ ഇപ്പോഴും മുഴുവനായിട്ടൊരു ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ സച്ചിക്ക് നല്ല ദേഷ്യം വരുവേ. അതും ഇതും തമ്മിൽ എന്ത് ബന്ധം ഇരിക്കുന്നു രേവതി എന്ന് പറഞ്ഞ് സച്ചി ചൂടാവുകയാണ്. ചില കാര്യങ്ങൾ പറയാതിരിക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിന് നല്ലതെന്ന് സച്ചി പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, രേവതി നീ പോയി എനിക്ക് ചായ എടുത്തുകൊണ്ട് വാ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അതിനെന്തിനാ ഇങ്ങനെ ഒച്ച എടുക്കുന്നത്, എന്നാൽ പിന്നെ ഞാൻ പുറത്ത് പോയി ചായ കുടിക്കാമെന്ന് പറഞ്ഞ് സച്ചി ഒച്ച എടുത്ത് ആ വിഷയം മാറ്റാൻ നോക്കുവാണ്. അപ്പോൾ തന്നെ രേവതി, ആ ശരി ഞാൻ പോയി ചായ എടുത്തുകൊണ്ടും വരാമെന്ന് പറഞ്ഞ് രേവതിയും പോകുന്നുണ്ട്. സച്ചി ശരിക്കും പറഞ്ഞാൽ ആ വിഷയം രേവതിയുടെ കയ്യിൽ നിന്നും മാറ്റാൻ വേണ്ടിയിട്ടാണ് രേവതിയോട് ചൂടായത്. പിന്നെ കാണിക്കുന്നത് ശ്രീകാന്ത് വളരെ ലേറ്റായിട്ട് വീട്ടിലോട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ ശ്രീകാന്ത് ഇത്രയും താമസിച്ചെന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയും, ഹോട്ടലിൽ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു വെച്ചാ, അതാ താമസിച്ചെന്ന്. ഞാൻ അമ്മേനെ വിളിച്ച് കാര്യം പറഞ്ഞായിരുന്നല്ലോ എന്ന് പറയുമ്പോഴേക്കും, ആ ഭക്ഷണമൊക്കെ കഴിച്ചു നീ? ആ ഞാനെല്ലാം അവിടെ നിന്ന് കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് മുറിയിലോട്ട് പോകുവാണേ. മുറി പോകുമ്പോഴേക്കും ശ്രീകാന്ത് മുറി തുറന്നതൊന്നും നമ്മുടെ വർഷം അറിയുന്നില്ല. വർഷ ഫോണിൽ പാട്ടും വെച്ച് കട്ടിലിൽ കയറിയിരുന്ന് നല്ല ഡാൻസാണ്. ശ്രീകാന്ത് കുറേ വിളിക്കുന്നുണ്ട്, വർഷേ വർഷേ എന്ന് പറഞ്ഞിട്ടൊന്നും വർഷ കേൾക്കുന്നില്ല. വർഷ നല്ല ഡാൻസ്, അതും വെറുതെ അല്ല, ശ്രീകാന്തിൻ്റെ മുണ്ടും ബനിയനൊക്കെ ഇട്ടിട്ടാണ് വർഷ ഡാൻസ് കളിക്കുന്നത്. അവസാനം ശ്രീകാന്ത് പോയി ഫോൺ ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വർഷ പറയും, വാ ശ്രീകാന്ത് നമുക്ക് ഒന്നിച്ച് ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞ് ശ്രീകാന്തിനെ വിളിക്കുവാണ്. ശ്രീകാന്തിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, എന്താ വർഷ എൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ വർഷ പറയും, അത് പിന്നെ ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഈ ഡ്രസ്സ് ഇവിടെ ഇരിക്കുന്നത് കണ്ടു, ഞാൻ എടുത്തിട്ടു, എനിക്ക് നല്ല കംഫർട്ടായി തോന്നുന്നുണ്ട് ശ്രീകാന്ത് എന്ന് പറയുമ്പോഴേക്കും, അതിന് എൻ്റെ ഡ്രസ്സാണോ എടുത്തിടുന്നത്? ആ ഈ ഡ്രസ്സ് ഇട്ടപ്പോൾ എനിക്ക് ശ്രീകാന്ത് എൻ്റെ കൂടെ തന്നെ ഉള്ള പോലെ തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ, എന്നാൽ പിന്നെ എന്നെ കല്യാണം കഴിക്കുന്നതിന് പകരം എൻ്റെ ഡ്രസ്സിനെ കല്യാണം കഴിച്ചുകൂടായിരുന്നു എന്ന് ചോദിക്കുകയാണ് ശ്രീകാന്ത്. മര്യാദക്ക് ആ ഡ്രസ്സ് ഊരു എന്ന് പറയുമ്പോഴേക്കും വർഷ പറയും, ഇല്ല ഈ ഡ്രസ്സ് എനിക്ക് ഇഷ്ടമായി എന്ന് പറയുവാണ്. അപ്പോൾ ശ്രീകാന്ത് പറയും, എന്നിട്ടാണോ കബോർഡ് ഫുള്ളും ആയിരക്കണക്കിന് രൂപയുടെ ഡ്രസ്സൊക്കെ മേടിച്ച് വെച്ചിരിക്കുന്നത്, എൻ്റെ ഡ്രസ്സ് തന്നെ ഇട്ടോടായിരുന്നോ നിനക്ക്? ആ എൻ്റെ ഡ്രസ്സൊക്കെ വേണമെങ്കിൽ ശ്രീകാന്ത് എടുത്തിടും എന്ന് വർഷ പറയുവാണ്. അപ്പോൾ ശ്രീകാന്ത് പറയും, നിൻ്റെ ഡ്രസ്സ് ഞാനിടാനോ? ആ എനിക്കിപ്പോൾ നിന്നെ ഇഷ്ടമല്ലേ, അതുകൊണ്ട് ഞാൻ നിൻ്റെ ഡ്രസ്സ് ഇട്ടു, അതുപോലെ എന്നെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഡ്രസ്സ് നീ ഇടണമെന്ന് പറഞ്ഞിട്ട് വർഷ കബോർഡിൽ നിന്ന് ഒരു നൈറ്റി എടുത്തിട്ട് ശ്രീകാന്തിനെ കൊടുക്കുവാണേ. ശ്രീകാന്ത് അപ്പം, അയ്യേ ഇതെന്താ നൈറ്റിയോ? ആ എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ഈ നൈറ്റ് ഇട്ടിട്ട് വാ എന്ന് പറയുവാണേ വർഷ. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, സ്നേഹം തെളിയിക്കേണ്ടത് ഈ ഡ്രസ്സ് ഇട്ടിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ വർഷ പറയുന്നുണ്ട്, എന്നോട് ശരിക്കും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും ആലോചിക്കാതെ തന്നെ ശ്രീകാന്ത് ഈ ഡ്രസ്സ് എടുത്തിട്ടാനേന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയും, ഇപ്പം എന്താ ഈ ഡ്രസ്സ് ഞാൻ ഇടണം, അതിട്ടാലേ എനിക്ക് നിന്നോട് സ്നേഹം ഉണ്ടെന്ന് നീ വിശ്വസിക്കുള്ളൂ അല്ലേ, ഇടാം എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ഡ്രസ്സൊക്കെ ഊരിട്ട് വർഷയുടെ ആ നൈറ്റ് ഇടുവാണ്. എന്നിട്ട് പറയും, കണ്ടോ എനിക്ക് നിന്നോട് സ്നേഹം ഉണ്ടെന്ന് ഇപ്പം മനസ്സിലായില്ലേ? അപ്പോൾ വർഷ പറയും, ആ റൂമിൻ്റെ ഉള്ളിൽ എന്ത് ഡ്രസ്സ് വേണമെങ്കിലും ഇടാം, ഇപ്പോൾ അങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ട് കാര്യമില്ലല്ലോ, ശ്രീകാന്ത് പോയി എനിക്ക് ഈ നൈറ്റി ഇട്ടിട്ട് തന്നെ ഒരു ചായ എടുത്തോണ്ടും വാന്ന് പറയുവാണ്. അപ്പോൾ ശ്രീകാന്ത് പറയും, ഈ നൈറ്റി ഇട്ടോ? ആ അപ്പോൾ എനിക്കൊരു ചായ ഇട്ടോണ്ടും വാ. അപ്പോൾ അതൊന്നും പറ്റില്ല എന്ന് നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ഓ നിനക്കപ്പോൾ എൻ്റെ ഡ്രസ്സ് ഇടുന്നത് ഇഷ്ടമല്ല, അതാ കാര്യം, എന്നോട് സ്നേഹമില്ല. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, പിന്നെയും പിന്നെയും അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, ഈ ഡ്രസ്സ് ഇട്ട് ഞാൻ പുറത്ത് പോയി ചായ ഇട്ട ആരെങ്കിലും കണ്ടാലെന്താ, ഞാനും ശ്രീകാന്തിൻ്റെ ഡ്രസ്സല്ലേ ഇട്ടിരിക്കുന്നത്, എന്നോട് ശരിക്കും സ്നേഹം ഉണ്ടെങ്കിൽ പോയി ചായ ഇട്ടുകൊണ്ടുമാന്ന് വർഷ വീണ്ടും പറയുവാണ്. അപ്പോൾ ശ്രീകാന്ത് ഇതൊരു ചാലഞ്ചായിട്ട് എടുത്തിട്ട് ശ്രീകാന്ത് ചായ ഇടാൻ വേണ്ടി കിച്ചണിലോട്ട് പോവാണ്. ആരെങ്കിലും കാണുമെന്ന് പേടിച്ചാണ് ശ്രീകാന്ത് പോകുന്നത്. നല്ല കോമഡി സീൻസാണ്. വർഷം അപ്പോഴേക്കും വീണ്ടും ഹെഡ്സെറ്റ് വെച്ച് പാട്ടൊക്കെ കേൾക്കുവാണേ. അങ്ങനെ ചായ ഇട്ടുകൊണ്ടിരിക്കാൻ പോകുമ്പോഴേക്കും ശ്രുതി വരുന്നുണ്ട്. ശ്രുതിനെ കാണുന്നതും ശ്രീകാന്ത് എളുപ്പം ഒരു ഫ്രിഡ്ജിൻ്റെ പുറകെ പോയി ഒളിച്ച് നിൽക്കുവാണ്. എന്നിട്ട് ശ്രുതി പോകുമ്പോഴേക്കും വീണ്ടും വന്ന് ചായ ഇടുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയാണ്. ചന്ദ്ര മുറിയിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ചന്ദ്ര നീ ഇതെങ്ങോട്ടാ, എനിക്ക് വിശക്കുന്നു, ഞാൻ എന്തെങ്കിലും പോയി കഴിച്ചിട്ട് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിശക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല, എന്തെങ്കിലും നിനക്ക് കംപ്ലൈൻറ്റ് ഉണ്ടാവും ഹെൽത്തിന്, അതാണ് ഇങ്ങനെ ഇടക്കിടക്ക് വിശക്കുന്നത്, രാത്രി മുഴുവയറോടെ കിടക്കാൻ പാടില്ല, നീ വന്ന് കിടക്ക് ചന്ദ്ര എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, എനിക്കതൊന്നും പറ്റില്ല, ഞാൻ പോയി എന്തെങ്കിലും കിച്ചണിൽ പോയി കഴിച്ചിട്ട് പറ്റിയെന്ന് പറഞ്ഞ് ചന്ദ്ര അങ്ങോട്ടേക്ക് പോകുവാണേ. അടുക്കളയുടെ സൈഡ് എത്തുമ്പോഴേക്കും നല്ല പാത്രത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര ഓർക്കും, ഈ സമയത്ത് ആരാ അടുക്കളയിലെന്ന് പറഞ്ഞ് പയ്യെ പോയി നോക്കുമ്പോഴേക്കും ഒരു നൈറ്റിയുടെ ചെറിയൊരു ഭാഗം കാണുവേ. അപ്പോൾ തന്നെ ചന്ദ്ര എളുപ്പം ഡോറ് പുറത്തുനിന്ന് പൂട്ടിയിട്ട് പറയും, എല്ലാവരും ഓടി വാ, അതേ അടുക്കളയിലൊരു കള്ളി, എല്ലാവരും ഓടി വാ, അടുക്കളയിൽ കള്ളൻ എന്നൊക്കെ പറഞ്ഞ് ഒച്ചെടുക്കുവാണ്. അപ്പോൾ തന്നെ ശ്രീകാന്ത് ബഹളം കേട്ടിട്ട്, അയ്യോ ഇതെന്ത് ഈ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ അവിടെയുള്ള തുണിയൊക്കെ എടുത്ത് തലയിലിട്ട് ഒളിച്ച് നിൽക്കാൻ നോക്കുവാണ്. ചന്ദ്ര ആണെങ്കിൽ ഭയങ്കര ഒച്ചപ്പാട്, ഈ രാത്രി സമയത്ത് ആരാ അടുക്കളയിൽ, ചന്ദ്രക്കറിയില്ലല്ലോ ശ്രീകാന്ത്
എന്താണ് ഇങ്ങനെ നൈറ്റിയിട്ട് ചായ ഉണ്ടാക്കുന്നതെന്നൊക്കെ. ചന്ദ്ര എല്ലാവരെയും വിളിക്കുവാണ് ഒച്ചത്തിൽ. എല്ലാവരും ഉറങ്ങുന്ന ആൾക്കാരൊക്കെ എല്ലാവരും ചാടി എഴുന്നേറ്റ് ഓടി വരുവാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.